കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിന്റെ പേരിൽ ഒരു മോശം റെക്കോർഡ് ഉണ്ടായിരുന്നു. അതായത് ഒരു കപ്പ് ടൂർണമെന്റിൽ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കില്ല എന്നുള്ളൊരു കാര്യം. എന്താണെങ്കിലും ആ റെക്കോർഡ് അങ്ങ് മാറുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഡുറൻ കപ്പിന്റെ സെക്കൻഡ് റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ നേടുന്നു. ഏറെക്കുറെ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയിട്ടാണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഇനി പഞ്ചാബ് എഫ് സി അടുത്ത മത്സരത്തിൽ ഒരു 13 ഗോളെങ്കിലുമൊക്കെ അടിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആകാൻ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ നേടുന്നു. CASFനെതിരെ 7-0 എന്ന് പറയുന്നൊരു വിജയമാണ് നേടുന്നത്. ആദ്യ മത്സരത്തിൽ 8-0, ഇത് 7-0, കഴിഞ്ഞ മത്സരത്തിൽ 1-1. അങ്ങനെ 16 ഗോളുകൾ, ഒരു ഗോള് മാത്രമാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ കൺസീഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് ഇപ്പം പ്രീതം കോട്ടാൽ ഫസ്റ്റ് 11-ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അസർ ആദ്യ 11-ലേക്ക് വരുന്നു എന്നൊക്കെ ഉള്ളതായിരുന്നു ഒരു മേജർ ചേഞ്ചസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്കറിയാം 6 ഗോളുകൾ വീണ് കഴിഞ്ഞിരുന്നു. ഈ ഒരു മത്സരത്തിൽ പറഞ്ഞാൽ 4-3-3 ഫോർമേഷനിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ഇതിൽ ഡിഫെൻസീവായിട്ട് ഫ്രെഡിയും ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് റോളിലാണ് ഫസ്റ്റ് ഹാഫിൽ അസർ കളിച്ചത്. സെക്കൻഡ് ഹാഫിലാണ് ഫ്രെഡിയെ മാറ്റിയപ്പോൾ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോളിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിലെ ആ ഗോളുകളുടെ എണ്ണം കണ്ടപ്പം സെക്കൻഡ് ഹാഫിലും അത് ആവർത്തിച്ച് ഒരു ഡബിൾ ഡിജിറ്റ് എന്ന് പറയുന്ന ലെവലിലേക്ക്, അതായത് ഡുറൻ കപ്പിലെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ള ആ ഒരു, അല്ലെങ്കിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്ന റെക്കോർഡ് കഴിഞ്ഞ മത്സരത്തിൽ, അതായത് മുംബൈ സിറ്റി എതിരെ നേടിയതായിരുന്നു. അത് തിരുത്തി കുറിക്കുക എന്നുള്ള ലെവൽ വരെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ആണ് 7-0 എന്ന ലെവലിലേക്ക് വന്നത്. പിന്നെ ഈ ഒരു മത്സരത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് CASFനെ പറ്റി ഒന്ന് പറയണം. CASF ഈ ഒരു ഡുറൻ കപ്പ് ടൂർണമെൻറ്റ്സിൽ ഇപ്പം ഇന്ത്യൻ ആർമിയുടെ അത്രയൊന്നും സ്ട്രോങ് ആയിട്ടുള്ള ടീം ആയിരുന്നില്ല. സോ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ അവർ തോന്നിയത് ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു ടീമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിഫെൻസീവ്ലി പറയുന്ന പോലെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. പിന്നെ അവരുടെ ചില അറ്റാക്കിങ്ങിലേക്കുള്ള ചില ബോൾസ് വരുന്നു, പക്ഷേ ഇതൊന്നും ഫൈനൽ തേർഡിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് 6 ഷോട്ടും 3 ഷോട്ട് ഓൺ ടാർഗറ്റും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊരു കൺവേർട്ട് ചെയ്യുന്നൊരു ലെവലിലേക്ക് വന്നിട്ടില്ല. എന്താണെങ്കിലും സെക്കൻഡ് ഹാഫിൽ വരുന്നൊരു സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി CASF ഓർഗനൈസ്ഡ് ആയതുപോലെ തോന്നി. ഡിഫെൻസീവ്ലി ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും മൊത്തത്തിൽ അത് തോന്നി. അതുപോലെ തന്നെ അവർക്ക് സെക്കൻഡ് ഹാഫിൽ നല്ല ചാൻസസ് ഉണ്ടായിരുന്നു. 2-3 ഗോൾ വരെയൊക്കെ അടിക്കാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ഗോൾസ് വന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പല റീസൺസ് ഉണ്ടാവും. ഒന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവർ കുറച്ചും കൂടി സ്ട്രോങ് ആയി. പിന്നെ ഓൾറെഡി അവരിനി എന്താ ഒപ്പോണൻസിനെ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് പോയതാണോ. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ കുറച്ച് ചേഞ്ചസ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും വരുത്തിയിരുന്നു. ഇപ്പം ഗോൾ കീപ്പറെ ചേഞ്ച് ചെയ്തിരുന്നു. അതായത് സോംകുമാറിനെ മാറ്റിയിട്ട് നോറ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ പ്രൈസ് ലെഫ്റ്റ് ബാക്ക് റോളിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ യൊഹിംബ മീറ്റെ വന്നിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തേക്കുള്ളൊരു ചേഞ്ചസ് ടീം വന്നിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി പേഴ്സണലി പറയുന്ന പോലെ ബ്രൈസിന് ഒരു ലെഫ്റ്റ് ബാക്ക് റോളിൽ വന്നാൽ എങ്ങനെ ഉണ്ടാകുമെന്നൊക്കെ ഒന്ന് നോക്കുകയാണ്. ആ പെനാൽറ്റി ഇൻസിഡൻറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ, അതായത് ബ്രൈസിൻ്റെ റണ്ണാണ് അവിടെ ഫൗൾ ചെയ്തിട്ടാണ് പെനാൽറ്റി ഇടുന്നത്. അത് പെനാൽറ്റി കൺവേർട്ട് ചെയ്തുമില്ല നോവ. അതൊഴിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ലെഫ്റ്റ് ബാക്ക് റോളിൽ അത്ര ഒരു മികച്ചതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു മത്സരത്തിൽ പറഞ്ഞ പോലെ നോവ 3 ഗോളും 2 അസിസ്റ്റും, അതായത് 5 ഗോൾ കോൺട്രിബ്യൂഷനാണ് ഒറ്റ മാച്ചിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പെപ്രയാണെങ്കിൽ 1 ഗോളും 3 അസിസ്റ്റും, അങ്ങനെ 4 ഗോൾ കോൺട്രിബ്യൂഷൻസിന് അദ്ദേഹത്തിന് ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പലരും പറയുന്നൊരു കാര്യം ഞാൻ കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂണ കഴിഞ്ഞ സീസണിൽ അത്രയും പോരെ, അങ്ങനെയൊക്കെയുള്ളൊരു അഭിപ്രായങ്ങളുണ്ട്. പിന്നെ എനിക്ക് ആക്ച്വലി ജഡ്ജ് ചെയ്യാനായിട്ടില്ല എന്നുള്ളതാണ് ഒരു പേഴ്സണലി ഉള്ളൊരു തോട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹമാണ് മോസ്റ്റ് നമ്പർ ഓഫ് പാസസ് ഡെലിവറി ചെയ്തത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് 8 ചാൻസസ് ആണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു വർക്ക് ലോഡ് കുറച്ച് കുറഞ്ഞു എന്നുള്ളതാണ് ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ഇപ്പം ഒരു ക്രിയേറ്റീവ് എന്ന ലെവലിൽ തന്നെ നോവ ലെഫ്റ്റ് സൈഡിലുണ്ട്, വളരെ എഫക്റ്റീവായ പ്ലെയറാണ്. അതുപോലെ ഇപ്പോൾ ഐമൻ ആണെങ്കിലും ഉണ്ട്. അതുപോലെ പെപ്ര ആണെങ്കിലും ഒരു പ്യുവർ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന പ്ലെയറല്ല. അദ്ദേഹം വിഡ്രോ ചെയ്ത് ആ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ അദ്ദേഹം നല്ലതായിരുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും അഭിപ്രായമുണ്ട്. അത് ഇപ്പോഴും ഞാൻ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഇത്രയും അവർ ക്രിയേറ്റീവ് പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ലോഡ് കുറച്ച് കുറവായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ജഡ്ജ്മെൻറ്റിനുള്ള സമയമായിട്ടില്ല. പിന്നെ അദ്ദേഹം ഇനിയിപ്പോൾ നമുക്ക് ISL വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു പൂർണ്ണമായ ജഡ്ജ്മെൻറ്റ് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇനി പറഞ്ഞ സെക്കൻഡ് റൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇനിയും
ശക്തരായിട്ടുള്ള എതിരാളികൾ കാത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് 3 മാച്ചസ് കളിച്ച് നിൽക്കുകയാണ്. അപ്പം ആരാണ് ഇപ്പം മോഹൻ ബഗാനോ ഈസ്റ്റ് ബംഗാളോ അല്ലെങ്കിൽ BFC അങ്ങനത്തെയൊക്കെ ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോണൻസിനെതിരെ കളിക്കുമ്പം അതെങ്ങനെ വന്നതിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത്. എന്താണെങ്കിലും നമ്മൾ ഇതുവരെ ഒന്നും ഡ്യൂറൻ കപ്പിൽ കാണാത്തൊരു അപ്രോച്ച് ഇത്തവണത്തെ ഡ്യൂറൻ കപ്പിൽ പ്രത്യേകിച്ച് കപ്പ് ടൂർണമെൻറ്റ്സിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു പോസിറ്റീവായിട്ട് ഇത് ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് പേഴ്സണലി ചില ചേഞ്ചസ് ഇപ്പം അജ്സലിനെയൊക്കെ ഒന്ന് സെൻട്രൽ ഫോർവേഡിൽ ഒന്ന് യൂട്ടിലൈസ് ചെയ്ത് നോക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്റർ കാഷിലൊക്കെ സ്ട്രൈക്കറായിട്ട് കളിച്ച് ഇവിടെ തിരിച്ചു വരുന്നൊരു പ്ലെയറാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ 5 ഗോൾസിന് ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. സോ അത് തന്നില്ല. പിന്നെ ശ്രീകുട്ടൻ എനിക്കൊന്ന് ISL ആദ്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ലെവലിലേക്കൊന്നും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണെങ്കിലും അങ്ങനെ ഒരു ഡീപ്പായിട്ടൊന്നും ഈ ഒരു മാച്ചിനെ പറ്റി നമ്മൾ ഡ്യൂറൻ കപ്പിലെ മാച്ചസിനെ പറ്റി അങ്ങനെ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് പറയാനുള്ളത്. നമുക്ക് അറ്റാക്കിങ്ങിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, പക്ഷേ ഡിഫെൻസീവ്ലി കൺസേൺസ് സ്റ്റിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു മത്സരം കാണുമ്പോഴും തോന്നിയിട്ടുള്ളത്. സോ അത് റെക്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പുതിയ കൊയ്ഫ് വരുമ്പം അതിൽ ആരുമായിട്ടായിരിക്കും കോംബോ വെക്കാവുക, അങ്ങനെയൊക്കെയുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്നും ചില മിസ്റ്റേക്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും CASF മുതലാക്കിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ഒരു മത്സരത്തിൽ നവോച്ച ഒരു റൈറ്റ് ഫുൾ ബാക്ക് ആയിട്ടാണ് കളിച്ചത്. അദ്ദേഹം കുറച്ചും കൂടി ഒരു ഇൻവേർട്ടഡ് ഒരു ഫുൾ ബാക്ക് എന്ന ലെവലിൽ കളിച്ചായിട്ടാണ് ഫീൽ ചെയ്തത്. അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരു ഗോളും സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു. അത് ആ ഒരു ഇൻവേർട്ടഡ് പ്ലെയർ എന്ന നിലയിൽ. എന്താണെങ്കിലും ലെഫ്റ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു മത്സരത്തിലും സഹീഫ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് 3 മാച്ചസിൽ അദ്ദേഹത്തിന് ആ റോളിൽ കളിക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. അസറും ഈ പറഞ്ഞ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നടത്തിയത് മിഡ്ഫീൽഡിൽ. അദ്ദേഹം എപ്പോഴും പറഞ്ഞ ഒരു മിനിമം ഗ്യാരണ്ടി പെർഫോമൻസ് കൊടുക്കാറുണ്ട്. ആ ഒരു ഗോൾ അത് മികച്ചത് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടച്ചും ടേണും ഒക്കെ മികച്ചത് തന്നെയായിരുന്നു. സോ എന്താണ് എനിക്ക് പറയാനുള്ളത്, ഇനി റിയൽ എന്താ പറയുക ഒരു കോമ്പറ്റീഷൻസ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഉറപ്പായിട്ടും നെക്സ്റ്റ് റൗണ്ട്സിലായിരിക്കും. നമുക്കിനി ശക്തരായിട്ടുള്ള ഒപ്പോണൻസ് ഉറപ്പായിട്ടും കാത്തിരിക്കുന്നുണ്ട്. സോ അവിടെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും ഒന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുക. ഞാൻ സനിയ.